ഇന്നൊരു വെള്ളിയാഴ്ച, എനിക്കിന്ന് ഓഫാണേ. സാധാരണ വെള്ളിയാഴ്ചകളിലാണ് എനിക്ക് ഓഫ് കിട്ടാറ്. എല്ലാവിധ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരും പൊതുവെ ആശ്രയിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇങ്ങനെ ഒരു സഞ്ചാരത്തിന് ഇറങ്ങുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ്. ഈ സ്ഥലം ഒന്ന് ഓണായി വരാൻ രാവിലെ 10 മണി കഴിയും. ഇപ്പം ഏകദേശം 11 മണിയായിട്ടുണ്ട്. സാധാരണഗതിയിൽ 11 മണിക്ക് കാണാറുള്ള തിരക്കൊന്നും ഇന്നിവിടെ ഇല്ല. കാലാവസ്ഥ തന്നെയാണ് കാരണം. ഇത്തവണത്തെ ഞങ്ങളുടെ വിൻ്റർ താമസിച്ചാണ് തുടങ്ങിയതെങ്കിലും തണുപ്പിനൊട്ടും കുറവില്ല. ഞാനെന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇറാഖിലെ കുർദിസ്ഥാനിൽ സുലൈമാനിയയിലെ ഒരു പ്രധാനപ്പെട്ട ലോക്കൽ മാർക്കറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരുവിധ എല്ലാ സാധനങ്ങളും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നൊരു സ്ഥലമാണിത്. ഈ മാർക്കറ്റിന് പല പേരുകളുണ്ട്. മൗലവി സ്ട്രീറ്റ്, ബർദാർഗിസാര, പിരമിഡ് സ്ട്രീറ്റ്, സാര, ഒർസ്ദി, അങ്ങനെ പോകുന്ന പേരുകൾ. നീണ്ട് പരന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ ഓരോ വഴികൾക്കും ഇവർ കൊടുത്ത ഓരോ പേരുകളാണ് ഇതൊക്കെ. ഒത്തിരി നടക്കാനുള്ളതുകൊണ്ടും ഒരുവിധ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നതുകൊണ്ടും രാവിലെ ഇറങ്ങിയ വൈകുന്നേരം ആകുന്നത് അറിയില്ല. അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയും. ഈ മാർക്കറ്റ് കാണിക്കുമ്പം ഞാൻ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമുണ്ട് ഇവിടുത്തെ കറൻസിയെ പറ്റി. 2 തരം കറൻസിയാണ് ഇവിടെ ഉള്ളത്. ഒന്നൊരു വിദേശിയും മറ്റേത് സ്വദേശിയും. വിദേശി ഏതാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ, USD തന്നെ. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ, അതായത് ലോക്കൽ മാർക്കറ്റിലൊക്കെ വിനിയോഗം ചെയ്യാൻ എളുപ്പം സ്വദേശിയാണ്, അതായത് ഇറാഖി ദിനാർ. ഇതിൻ്റെ മൂല്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു USD എന്ന് വെച്ചാൽ 1320 മുതൽ 1480 വരെ മൂല്യമുള്ള ഇറാഖി ദിനാർ നമുക്ക് കിട്ടും. ചുരുക്കി പറഞ്ഞാൽ വളരെ മൂല്യം കുറവുള്ളൊരു കറൻസിയാണ് ഇറാഖി ദിനാർ. 250 ദിനാർ മുതൽ 50,000 ദിനാർ വരെയുള്ള നോട്ടുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ കറൻസി. ഇപ്പോൾ തെളിച്ച് പറയുകയാണെങ്കിൽ $1 തുല്യമായി ഇറാഖി ദിനാർ കയ്യിലുണ്ടെങ്കിൽ മിനിമം 2 കട്ടൻ ചായയും വയറ് നിറയെ ബ്രെഡും ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടും. അതായത് ഒരു മിനിമൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നർത്ഥം. ഈ കറൻസിയെ പറ്റി ഞാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ വായിച്ച ചില കാര്യങ്ങൾ ഓർത്തത്. ഒരു കഥ പറയാമേ. ഇറാഖി ദിനാറിൻ്റെ കഥ. 1931 ദിനാറിൻ്റെ ജനനം. അതിനു മുന്നേ ഓട്ടോമൻ എംപയറിൻ്റെ കാലത്ത് ഓട്ടോമൻ ലിറയും 1918 ഓട്ടോമൻ എംപയർ സാമ്രാജ്യം തകർന്നോടുകൂടെ ലിറ മാറ്റപ്പെട്ടു. പക്ഷേ ഈ സമയത്ത് ഈ പറയുന്ന 1931 വരെയുള്ള കാലഘട്ടങ്ങളിൽ പല കറൻസികളും ഉപയോഗിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. പക്ഷേ 1918 മുതൽ 1931 വരെയുള്ള കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് മാൻഡേറ്റിൻ്റെ കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യൻ റുപ്പിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പല കുർദികളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ത്യയും കുർദിസ്ഥാനുമായിട്ട് പണ്ട് കാലത്ത് ഒരുപാട് ബന്ധമുണ്ടായിരുന്നു എന്ന്. പറഞ്ഞു വന്നത് ദിനാറിൻ്റെ കഥയാണ്. 1931 ഇറാഖി ദിനാർ ഔദ്യോഗിക നാണയമായിട്ട് നിലവിൽ വരുന്നത്. ഒരു ദിനാറിന് ഈക്വലായിട്ട് ഒരു ബ്രിട്ടീഷ് പൗണ്ട് എന്ന മൂല്യമാണ് നിർണ്ണയിച്ചത്. അതുകൊണ്ട് തന്നെ ഇറാഖി ദിനാർ വളരെ ശക്തമായിട്ടുള്ള ഒരു കറൻസി ആയിട്ട് അറിയപ്പെട്ടു. 1950 മുതൽ 1970 വരെയുള്ള കാലമായിരുന്നു ഇറാഖിൻ്റെ ഏറ്റവും നല്ല കാലമായിട്ട് അറിയപ്പെടുന്നത്. ഇറാഖിലെ എണ്ണശേഖരങ്ങളുടെ കണ്ടെത്തലോടെ ഈ കാലഘട്ടം ഒരു സുവർണ്ണ കാലമായി. ഇറാഖിൻ്റെ സാമ്പത്തിക വളർച്ച അതിവേഗം മുന്നേറി. ആരോഗ്യ മേഖലയും സാമ്പത്തിക മേഖലയിലെ വളർച്ചയും ഇറാഖിനെ മിഡിൽ ഈസ്റ്റിലെ ഒരു സമ്പന്ന രാജ്യമാക്കി മാറ്റി. പല രാജ്യങ്ങളും ഇറാഖുമായി ബന്ധം സ്ഥാപിച്ചു. 1970 ഒരു ഇറാഖി ദിനാറിന് 3 USD മൂല്യം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചെറിയ വിഷമമൊക്കെ തോന്നും. 1980 ആരംഭിച്ച ഇറാൻ ഇറാഖ് യുദ്ധം ഈ നാണയത്തിൻ്റെ മൂല്യ തകർച്ചയ്ക്ക് ആദ്യ കാരണമായി. എന്ന് വെച്ചാൽ ഇന്നത്തെ ഇറാഖി ദിനാറിൻ്റെ മൂല്യമില്ലായ്മ തുടങ്ങി വെച്ചത് 1980 മുതൽ 88 വരെയുള്ള കാലഘട്ടങ്ങളിലാണ്. ഈ കാലഘട്ടത്തെ 8 വർഷം നീണ്ടു നിന്ന ഈ യുദ്ധം ഇറാഖിൻ്റെ സകല സമ്പദ് വ്യവസ്ഥയും പാടെ തകർത്തു. അങ്ങനെ 1988 വിജയോ പരാജിതനോ ഒന്നുമില്ലാതെ യുദ്ധം അവസാനിപ്പിച്ചു. പക്ഷേ ഒരു രാജ്യത്തിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ട്, ഒരു രാജ്യത്തിനല്ല 2 രാജ്യങ്ങൾക്കും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ട് യാതൊരു ഗുണവുമില്ലാതെ യുദ്ധം അവസാനിപ്പിച്ചു.
ഈ യുദ്ധകാലത്ത് നിയന്ത്രണമില്ലാതെ കുറേ നോട്ടുകൾ അച്ചടിച്ചു. അതുകൊണ്ട് തന്നെ അതിതീവ്ര പണപ്പെരുപ്പം ഉണ്ടായി. ദിനാർ ഒരു മൂല്യമില്ലാത്ത നാണയമായിട്ട് മാറി. സാധാരണ ഒരു സാധനം വാങ്ങിക്കാൻ പോലും ആളുകൾ നോട്ട് കെട്ടുകളായിട്ട് കൊണ്ടു നടക്കേണ്ട അവസ്ഥ വന്നു. അതിപ്പോൾ ഏകദേശം അത്രയ്ക്കില്ലെങ്കിലും ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. 2003, 2004 കാലഘട്ടങ്ങളിൽ ഗൾഫ് യുദ്ധത്തിനും US കടന്നുകയറ്റത്തിനു ശേഷം സെൻട്രൽ ബാങ്ക് ഓഫ് ഇറാഖ് പുതിയ ഇറാഖി ദിനാർ പുറത്തിറക്കി. ഇന്ന് ഇറാഖി ദിനാർ ഇറാഖിനകത്ത് മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു നിയന്ത്രിത നാണയമാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.